ആ പട്ടണത്തിലെ ഒരു തയ്യൽക്കാരൻ തൻ്റെ കടയിലേക്ക് മകനെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. മകൻ പിതാവിൻ്റെ തയ്യൽ ജോലികൾ സസൂക്ഷ്മം വീക്ഷിച്ചിരുന്നു. അയാൾ തുണി വെട്ടിയതിന് ശേഷം കത്രിക കാൽക്കീഴിലായിരുന്നു വെച്ചിരുന്നത്. പിന്നീട് സൂചിയെടുത്ത് വെട്ടിയ തുണിയുടെ ഭാഗങ്ങൾ തമ്മിൽ തുന്നിച്ചേർക്കും. എന്നിട്ട് ആ സൂചി തൻ്റെ തലയിലെ തൊപ്പിയിൽ കുത്തിവെക്കും. എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് മകൻ പിതാവിനോട് ചോദിച്ചു, "അച്ഛാ, എന്തുകൊണ്ടാണ് കത്രിക കാൽക്കീഴിലും സൂചി തലയിലെ തൊപ്പിയിലും വെക്കുന്നത്?" ആ പിതാവ് പറഞ്ഞു, "അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഒന്നായിരുന്ന ഒരു തുണിയെ പല കഷ്ണങ്ങളാക്കുന്ന ജോലിയാണ് കത്രിക ചെയ്യുന്നത്. എന്നാൽ സൂചി ആവട്ടെ ആ കഷ്ണങ്ങളെ കൂട്ടിച്ചേർത്ത് വീണ്ടും ഒന്നാക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നായിരുന്നതിനെ ഭിന്നിപ്പിക്കുന്ന കത്രികയ്ക്ക് താഴെ മാത്രമേ സ്ഥാനമുള്ളൂ. എന്നാൽ വിഭജിക്കപ്പെട്ടതിനെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കുന്ന സൂചിയുടെ ജോലി അതിശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് സൂചി തലയിൽ വയ്ക്കുന്നത്. ഭിന്നത ഉളവാക്കുന്നവർ എത്ര വലിയവരായിരുന്നാലും അവർക്ക് താഴ്ച മാത്രമേ സംഭവിക്കൂ. എന്നാൽ ഭിന്നത ഇല്ലാതാക്കി ബന്ധങ്ങളെ ശരിയാക്കുന്ന പ്രക്രിയ വളരെ മഹനീയമാണ്. സമൂഹത്തിൽ ഒരു ഭിന്നത ഉളവാക്കുന്നതിന് വലിയ ബുദ്ധിയോ ശക്തിയോ പ്രാപ്തിയോ ഒന്നും ആവശ്യമില്ല. എന്നാൽ ആ ഭിന്നത പരിഹരിച്ച് സമൂഹത്തെ ഒന്നായി നയിക്കുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന എത്രയോ സംഘടനകളിൽ ഭിന്നത ഉളവായതിൻ്റെ ഫലമായി പ്രവർത്തനങ്ങളെല്ലാം നിലച്ച് അതിലെ വ്യക്തികൾ തമ്മിൽ ശത്രുക്കളെ പോലെയായി തീർന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിലും ആധ്യാത്മിക സംഘടനകളിലും സാമൂഹിക പ്രസ്ഥാനങ്ങളിലും എല്ലാം ഇത് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വളരെ നല്ല ആദർശങ്ങളുടെ പേരിലായിരിക്കും ഭിന്നത ഉടലെടുക്കുന്നത്. എങ്കിലും ആ സമൂഹം തകർന്നു പോകും. അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പഴയതുപോലെ ആക്കി തീർക്കുവാൻ വളരെ പ്രഗത്ഭരായവർക്ക് പോലും സാധിച്ചു എന്ന് വരില്ല. അത്രമാത്രം ഗുരുതരമായ പ്രശ്നമാണ് ഭിന്നത. സൂചി വളരെ ചെറിയ ഒരു ഉപകരണമാണ്. വേർതിരിക്കപ്പെട്ട കഷ്ണങ്ങളുടെ ഇഴകൾക്കിടയിലൂടെ അത് കടന്നു ചെന്ന് അതിനോട് ചേർന്നിരിക്കുന്ന നൂലുകൊണ്ട് ഈ ഭിന്നങ്ങളെ നന്നാക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ മഹത്കരമാണ്. എങ്കിലും ഒരു കാര്യം ഓർക്കുക, തമ്മിൽ ചേർക്കപ്പെടുന്ന സ്ഥാനത്ത് ഒരു തടിപ്പും കട്ടിയും ഉണ്ടാവും. ഒരു വസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കുഴപ്പമില്ല. എന്നാൽ ഒരു സംഘടനയിൽ അത് നല്ലതല്ല. എന്നാൽ സൂചിക്ക് അതില്ലാത്തവണ്ണം പ്രവർത്തിക്കാൻ കഴിയില്ല. ഇവിടെ സമൂഹത്തിൽ ഭിന്നത സംഭവിക്കാതെ സൂക്ഷിക്കേണ്ടതിൻ്റെ വലിയ ആവശ്യകതയുണ്ട്. ഭിന്നതയുണ്ടാകാതെ ഐക്യത നിലനിർത്തുവാൻ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അതിനായി നാം യത്നിക്കേണ്ടതാണ്.